നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. ഇതുപോലെ നിന്റെ കണ്ണ് നിറയുന്ന ഒരു ദിവസം വരും ശിവാനി. അതിനി അധികം സമയമില്ല. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ തകർക്കണം. ആ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കണം. അതിന് ഇയാൾക്ക് തടസ്സമായി നിൽക്കുന്ന ഒരേ ഒരാൾ ഗൗതമാണ്. അതിനുവേണ്ടി ഗൗതമിനെ കള്ളക്കേസുണ്ടാക്കി ജയിലിൽ അടച്ചിരിക്കുന്ന ഇവര് തന്നെ നാളെ നിന്നെയും പ്രണവിനെയും ഇല്ലാതാക്കൂ എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ശിവാനി. ശിവാനി, ഇപ്പൊ ഇവരുടെ വാലിൽ തൂങ്ങി നടക്കുന്ന നിനക്ക് എല്ലാം ബോധ്യം വരുന്ന ഒരു ദിവസം വരും. കാത്തിരുന്നു. മോളെ, മോളെന്താ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നേ? ഞാൻ കോടതിയിൽ നടന്ന സംഭവങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു. എന്തായാലും ഗൗതമിന് കോടതി ജാമ്യം അനുവദിച്ചില്ലല്ലോ, അതോർത്ത് സമാധാനിക്കും. ഗൗതമിന് ജാമ്യം അനുവദിച്ചില്ല എന്ന് കരുതി എനിക്ക് സന്തോഷിക്കാനാകുമോ അങ്ങളെ? പ്രണവിനെ കണ്ടെത്തുന്നതിനെ കുറിച്ച് കോടതി ഒരു അക്ഷരം മിണ്ടിയില്ല. അതാ എന്റെ സങ്കടം. എല്ലാം പോരാഞ്ഞിട്ട് തെളിവുകൾ ഹാജരാക്കാൻ നിധിക്കിനി 10 ദിവസം അനുവദിച്ചിരിക്കുന്നു. അവളാണെങ്കിൽ എന്തൊക്കെയോ ഉടായ്പ രേഖകൾ ഇപ്പൊ തന്നെ കോടതിക്ക് കൈമാറി കഴിഞ്ഞു. ആ പേടി ഞങ്ങൾക്കും ഇല്ലാതില്ല മോളെ. നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ ഞാനത് പറയാതിരുന്നത്. നിധി അപകടകാരിയാണെന്ന് മോള് പലവട്ടം പറഞ്ഞപ്പോഴും ഇത്ര ഡേഞ്ചറസ് ആണെന്ന് ഞാൻ കരുതിയില്ല. അവള് ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ കരുക്കൾ നീക്കുന്നു എന്നുറപ്പാ. ഞാൻ ആലോചിക്കുമായിരുന്നു, ഇനിയിപ്പോ നമ്മൾ പ്രണവിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവന്നു തന്നെ വെച്ചോ. ഈ ജീവിതകാലത്ത് ഗൗതമും നിധിയും നിങ്ങൾക്ക് സമാധാനം തരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഒന്നിനു പുറകെ ഒന്നായി അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിനി ഗൗതമിനെ പുറലോകം കാണിച്ചിട്ട് വേണ്ടേ? അവന് നമ്മളെ ഇറങ്ങാൻ സമ്മതിക്കരുത് CKC. ഞാൻ പറഞ്ഞില്ലേ ജ്യോതിർമയി, നിധി കൃത്യമായ തീരുമാനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയുള്ള 10 ദിവസങ്ങൾ നമ്മുടെ മുന്നിലെ ഡെഡ്ലൈനാ. പോലീസും കോടതിയും തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടും പ്രണവിന് എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന ഒറ്റ ഉത്തരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഗൗതം. നിധിയാണെങ്കിൽ ഗൗതം നിരപരാധിയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ പുതിയ പുതിയ തെളിവുകൾ ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. CKC പറഞ്ഞ പോലെ ഈ 10 ദിവസത്തിനുള്ളിൽ ഗൗതം ജാമ്യം നേടി പുറത്തിറങ്ങുമായിരിക്കും അല്ലേ? എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു. ഗൗതം ജയിൽ മോചിതനാകും. എങ്കിൽ സൂക്ഷിക്കണം CKC. ഗൗതം പുറത്തിറങ്ങി കഴിഞ്ഞാ പിന്നെ അവൻ പ്രണവിനെ ജീവനോടെ വെച്ചേക്കുന്നത് തോന്നുന്നുണ്ടോ CKCക്ക്? പണത്തിനോടും സ്വത്തിനോടും ബിസിനസിനോടും ആർത്തിമൂത്ത് ഭ്രാന്തായവനാ ഗൗതം. നിധി ആ ഭ്രാന്തിന്റെ പാർട്ട്ണറാ. രണ്ടും ചേർന്ന് ആദ്യം പ്രണവിനെ തീർക്കും, പിന്നെ അവരുടെ ലക്ഷ്യം ശിവാനി മോളായിരിക്കും. അപ്പോ ഗൗതം പുറത്തിറങ്ങി കഴിഞ്ഞാ പ്രണവിന്റെയും ശിവാനിയുടെയും ജീവൻ അപകടത്തിലാവുമല്ലേ? അതിനി ഗൗതം ജീവനോടെ പുറത്തിറങ്ങിയിട്ട് വേണ്ടേ? ജാമ്യം അനുവദിച്ച് പുറത്തു വരാൻ ഗൗതം ജീവനോടെ ഉണ്ടാവരുത്. എന്താ അങ്കിളിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? മോള് എന്താ ഉദ്ദേശിച്ചത്? കൊല്ലണം. ജയിലിൽ വെച്ച് തന്നെ അവനെ കൊല്ലണം. കൊല്ലാനോ? മോൾ എന്തായി പറയുന്നേ? കൊല്ലാൻ തന്നെ പറഞ്ഞത്. ഗൗതമിനെ ജയിലിനകത്തിട്ട് തന്നെ തീർക്കാൻ അങ്കിളിന് അങ്കിളിന്റെ ബന്ധങ്ങൾ കൊണ്ട് കഴിയോ?
എനിക്ക് വേണ്ടി, പ്രണവിന് വേണ്ടി, ഞങ്ങൾ ജീവിച്ചിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഉപകാരം ചെയ്തു തരാൻ പറ്റുമോ? ഗൗതമിനെ ജയിലിനകത്തിട്ട് തന്നെ തീർക്കണം. മോളെ അത് ആ ചെയ്തു തരാം മോളെ. ഇതല്ലാതെ ഇനി വേറെ വഴിയില്ല. ആ ഗൗതമിനെ ജയിലിനകത്തിട്ട് എന്നെ കൊല്ലണം. ആ ജയിലിന്റെ ഗേറ്റ് കടന്ന് പുറത്തു വരുന്നത് ഗൗതമിന്റെ ഡെഡ് ബോഡി ആയിരിക്കണം. എന്താ പറ്റില്ലേ? ഗൗതം അങ്ങ് ഇല്ലാതായി കഴിഞ്ഞാ ബാക്കി കാര്യങ്ങള് വസുന്ധര നോക്കിക്കോളും. എന്തു പറയുന്നു CKC? ഗൗതമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? തൽക്കാലം മോള് പോയി റെസ്റ്റ് എടുക്കും. ഒട്ടും വൈകാതെ ഗൗതമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. ചെല്ലു മോളെ. നമ്മുടെ പ്ലാൻ കൃത്യമായി ഏറ്റു. ഗൗതമിനെ കൊല്ലണമെന്ന് ശിവാനിയെ കൊണ്ട് തന്നെ പറയിച്ചു. ഗൗതം തീർന്നു കഴിഞ്ഞ സർവ്വ സ്വത്തുക്കളുടെ അവകാശി പ്രണവ. പിന്നെ പതുക്കെ പതുക്കെ, വളരെ പതുക്കെ പ്രണവും അങ്ങ് മരിക്കും. ഇങ്ങനൊരു തോൽവി ഉണ്ടാവുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്നാലും ഒരു തെറ്റും ചെയ്യാതെ എന്റെ മോന് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നല്ലോ ഭഗവാന്. അമ്മയൊന്ന് കരയാതിരിക്കെ. വെറുതെ ടെൻഷൻ ആവരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ടെൻഷൻ ആവല്ലെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് കരുതി സങ്കടം വരാതിരിക്കോ? എന്റെ കുഞ്ഞിപ്പോ ജയിലിൽ കിടക്ക. അതെങ്ങനെ സഹിക്കണമെന്ന് നീ പറയുന്നത്? അമ്മായിയമ്മയും മരുമോളും ഇനിയും ഒരുപാട് കരയാൻ കിടക്കുന്നതേ ഉള്ളൂ. എനിക്കത് കണ്ട് സന്തോഷിക്കണം. കോടതി കഴിഞ്ഞ് നീയും ഗൗതമും ഒരുമിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയില്ല ഞാനിരുന്നത്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവന് ജയിലിലേക്ക് അയക്കൂന്ന്. അമ്മയൊന്ന് സമാധാനപ്പെടമ്മേ. 10 ദിവസത്തെ സമയം കോടതി തന്നിട്ടുണ്ട്. അതിനുള്ളിൽ നമുക്ക് പ്രണവിനെ കണ്ടുപിടിക്കാം. അവനെ കോടതിയിൽ ഹാജരാക്കി സത്യം ബോധ്യപ്പെടുത്തിയാൽ തന്നെ ഗൗതമിനെ കോടതി വെറുതെ വിടും. അതത്ര എളുപ്പമുള്ള കാര്യമാണോ മോളെ? CKC പ്രണവിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് എങ്ങനെ അറിയാനാ?